ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡിസൈഡ് ഉപയോഗിച്ചുള്ള കുറച്ച് സെൻറ്റൻസുകളാണ്. ഡിസൈഡ് എന്ന് പറഞ്ഞാൽ തീരുമാനിക്കുക എന്നുള്ള അർത്ഥമാണ് വരിക. അപ്പോൾ ഡിസൈഡ് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം. അപ്പോൾ ഞാനിന്നും പറയുന്ന പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ പറയാം. അതിലൂടെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. വാട്ട് ഡിഡ് ഹി ഡിസൈഡഡ്? അവൻ എന്ത് തീരുമാനിച്ചു? വാട്ട് ഡിഡ് ഹി ഡിസൈഡഡ്? അവൻ എന്ത് തീരുമാനിച്ചു? വാട്ട് ഡിഡ് ഹി ഡിസൈഡഡ്? അവൻ എന്ത് തീരുമാനിച്ചു? അവൾ എന്ത് തീരുമാനിച്ചു എന്നെങ്ങനെ പറയാം? വാട്ട് ഡിഡ് ഷീ ഡിസൈഡഡ്? അവൾ എന്ത് തീരുമാനിച്ചു? വാട്ട് ഡിഡ് ഷീ ഡിസൈഡഡ്? അവൾ എന്ത് തീരുമാനിച്ചു? ഡിസൈഡ് ടു റീകൺസ്ട്രക്ട് ദിസ് ബിൽഡിംഗ്. ഈ കെട്ടിടം പുനർനിർമ്മിക്കാൻ അവർ തീരുമാനിച്ചു. ദേ ഹാവ് ഡിസൈഡഡ് ടു റീകൺസ്ട്രക്ട് ദിസ് ബിൽഡിംഗ്. ഈ കെട്ടിടം പുനർനിർമ്മിക്കാൻ അവർ തീരുമാനിച്ചു. ദേ ഹാവ് ഡിസൈഡഡ് ടു റീകൺസ്ട്രക്ട് ദിസ് ബിൽഡിംഗ്. ഈ കെട്ടിടം പുനർനിർമ്മിക്കാൻ അവർ തീരുമാനിച്ചു. ടു സ്ലീപ്പ് ഇൻ ആൻ ഇന്ന്. അവനൊരു സത്രത്തിൽ ഉറങ്ങാൻ തീരുമാനിച്ചു. ഹി ഡിസൈഡ് ടു സ്ലീപ്പ് ഇൻ ആൻ ഇന്ന്. അവനൊരു സത്രത്തിൽ ഉറങ്ങാൻ തീരുമാനിച്ചു. ഹി ഡിസൈഡ് ടു സ്ലീപ്പ് ഇൻ ആൻ ഇന്ന്. അവനൊരു സത്രത്തിൽ ഉറങ്ങാൻ തീരുമാനിച്ചു. അവർ ഡിസൈഡഡ് ടു സ്റ്റാർവ് ദ എനിമി ഔട്ട്. അവർ ശത്രുവിനെ പട്ടിണിക്കിടാൻ തീരുമാനിച്ചു. ദേ ഹാവ് ഡിസൈഡ് ടു സ്റ്റാർവ് ദ എനിമി ഔട്ട്. അവർ ശത്രുവിനെ പട്ടിണിക്കിടാൻ തീരുമാനിച്ചു. ദേ ഹാവ് ഡിസൈഡ് ടു സ്റ്റാർവ് ദ എനിമി ഔട്ട്. അവർ ശത്രുവിനെ പട്ടിണിക്കിടാൻ തീരുമാനിച്ചു. ഡിസൈഡ് ടു സ്റ്റാർവ് ദ എനിമി ഔട്ട്. അവർ ശത്രുവിനെ പട്ടിണിക്കിടാൻ തീരുമാനിച്ചു. ദേ ഹാവ് ഡിസൈഡ് ടു സ്റ്റാർവ് ദ എനിമി ഔട്ട്. ശത്രുവിനെ പട്ടിണിക്കിടാൻ അവർ തീരുമാനിച്ചു. ദേ ഹാവ് ഡിസൈഡ് ടു. ദ കമ്മിറ്റി ഹാസ് ഡിസൈഡ് ടു ഡിസ്മിസ് ഹിം. അദ്ദേഹത്തെ പിരിച്ചുവിടാൻ കമ്മിറ്റി തീരുമാനിച്ചു. ദ കമ്മിറ്റി ഹാസ് ഡിസൈഡ് ടു ഡിസ്മിസ് ഹിം. അദ്ദേഹത്തെ പിരിച്ചുവിടാൻ കമ്മിറ്റി തീരുമാനിച്ചു. ദ കമ്മിറ്റി ഹാസ് ഡിസൈഡ് ടു ഡിസ്മിസ് ഹിം. അദ്ദേഹത്തെ പിരിച്ചുവിടാൻ കമ്മിറ്റി തീരുമാനിച്ചു. ലൈക്ക് ദം ബോത്ത്. ഐ കാൺ ഡിസൈഡ്. എനിക്ക് അവർ രണ്ടുപേരെയും ഇഷ്ടമാണ്. എനിക്ക് തീരുമാനിക്കാൻ കഴിയില്ല. ഐ ലൈക്ക് ദം ബോത്ത്. ഐ കാൺ ഡിസൈഡ്. എനിക്ക് രണ്ടുപേരെയും ഇഷ്ടമാണ്. എനിക്ക് തീരുമാനിക്കാൻ കഴിയില്ല. ഐ ലൈക്ക് ദം ബോത്ത്. ഐ കാൺ ഡിസൈഡ്. എനിക്ക് രണ്ടുപേരെയും ഇഷ്ടമാണ്. എനിക്ക് തീരുമാനിക്കാൻ കഴിയില്ല. അപ് ടു ഹിം ടു ഡിസൈഡ്. അവനാണ് തീരുമാനിക്കേണ്ടത്. ഇറ്റ്സ് അപ് ടു ഹിം ടു ഡിസൈഡ്. അവനാണ് തീരുമാനിക്കേണ്ടത്. ഇറ്റ്സ് അപ് ടു ഹിം ടു ഡിസൈഡ്. അവനാണ് തീരുമാനിക്കേണ്ടത്. ജഡ്ജ് വിൽ ഡിസൈഡ് ദ കേസ്. ജഡ്ജി കേസ് തീരുമാനിക്കും. ദ ജഡ്ജ് വിൽ ഡിസൈഡ് ദ കേസ്. ജഡ്ജി കേസ് തീരുമാനിക്കും. ദ ജഡ്ജ് വിൽ ഡിസൈഡ് ദ കേസ്. ജഡ്ജി കേസ് തീരുമാനിക്കും. ലെറ്റ് ഹെർ ഡിസൈഡ് ഫോർ ഹെർസെൽഫ്. അവൾ സ്വയം തീരുമാനിക്കട്ടെ. ലെറ്റ് ഹെർ ഡിസൈഡ് ഫോർ ഹെർസെൽഫ്. അവൾ സ്വയം തീരുമാനിക്കട്ടെ. ലെറ്റ് ഹെർ ഫോർ ഹെർസെൽഫ്. ലെറ്റ് ഹെർ ഡിസൈഡ് ഫോർ ഹെർസെൽഫ്. അവൾ സ്വയം തീരുമാനിക്കട്ടെ. ലെറ്റ് ഹെർ ഡിസൈഡ് ഫോർ ഹെർസെൽഫ്. അവൾ സ്വയം തീരുമാനിക്കട്ടെ. ലെറ്റ് ഹെർ ഡിസൈഡ് ഫോർ ഹെർസെൽഫ്. അവൾ സ്വയം തീരുമാനിക്കട്ടെ. കേസ് വിൽ ബി ഡിസൈഡഡ് ബൈ സുപ്രീം കോർട്ട്. കേസ് സുപ്രീം കോടതി തീരുമാനിക്കും.
ദ കേസ് വിൽ ബി ഡിസൈഡഡ് ബൈ സുപ്രീം കോർട്ട്. കേസ് സുപ്രീം കോടതി തീരുമാനിക്കും. ദ കേസ് വിൽ ബി ഡിസൈഡഡ് ബൈ സുപ്രീം കോർട്ട്. കേസ് സുപ്രീം കോടതി തീരുമാനിക്കും. ഷീ ഡിസൈഡ് ടു ഗോ ഓൺ വെക്കേഷൻ. അവൾ അവധിക്ക് പോകാൻ തീരുമാനിച്ചു. ഷീ ഡിസൈഡ് ടു ഗോ ഓൺ വെക്കേഷൻ. അവൾ അവധിക്ക് പോകാൻ തീരുമാനിച്ചു. ഷീ ഡിസൈഡ് ടു ഗോ ഓൺ വെക്കേഷൻ. അവൾ അവധിക്ക് പോകാൻ തീരുമാനിച്ചു. ഷീ ഡിസൈഡ് ടു ഗോ ഓൺ വെക്കേഷൻ. അവൾ അവധിക്ക് പോകാൻ തീരുമാനിച്ചു. ഡിസൈഡ് ടു മാരി ഹിം. അവൾ അവനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഷീ ഡിസൈഡ് ടു മാരി ഹിം. അവൾ അവനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഷീ ഡിസൈഡ് ടു മാരി ഹിം. അവൾ അവനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഷീ ഡിസൈഡ് ടു മാരി ഹിം. അവൾ അവനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഡിസൈഡഡ് ദാറ്റ് ഹി വാസ് റൈറ്റ്. അവൻ പറഞ്ഞത് ശരിയാണെന്ന് അവർ തീരുമാനിച്ചു. ദേ ഡിസൈഡഡ് ദാറ്റ് ഹി വാസ് റൈറ്റ്. അവൻ പറഞ്ഞത് ശരിയാണെന്ന് അവർ തീരുമാനിച്ചു. ദേ ഡിസൈഡഡ് ദാറ്റ് ഹി വാസ് റൈറ്റ്. അവൻ പറഞ്ഞത് ശരിയാണെന്ന് അവർ തീരുമാനിച്ചു. വിൽ ദേ ഹാവ് ഡിസൈഡഡ്. അവർ തീരുമാനിച്ചിരിക്കുമോ? 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 ഡിസൈഡ് ടു ഡു എ കമ്പ്യൂട്ടർ കോഴ്സ്. അവളൊരു കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കാൻ തീരുമാനിച്ചു. ഷീ ഡിസൈഡ് ടു ഡു എ കമ്പ്യൂട്ടർ കോഴ്സ്. അവളൊരു കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കാൻ തീരുമാനിച്ചു. ഷീ ഡിസൈഡ് ടു ഡു എ കമ്പ്യൂട്ടർ കോഴ്സ്. അവളൊരു കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കാൻ തീരുമാനിച്ചു. ദാറ്റ് ദ ഡിന്നർ വുഡ് ബി അറ്റ് 7 o'clock. അത്താഴം 7 മണിക്കാണെന്ന് അവൾ തീരുമാനിച്ചു. ഷീ ഡിസൈഡഡ് ദാറ്റ് ദ ഡിന്നർ വുഡ് ബി അറ്റ് 7 o'clock. അത്താഴം 7 മണിക്കാണെന്ന് അവൾ തീരുമാനിച്ചു. ഷീ ഡിസൈഡഡ് ദാറ്റ് ദ ഡിന്നർ വുഡ് ബി അറ്റ് 7 o'clock. അത്താഴം 7 മണിക്കാണെന്ന് അവൾ തീരുമാനിച്ചു. ഷീ ഡിസൈഡഡ് ദാറ്റ് ദ ഡിന്നർ വുഡ് ബി അറ്റ് 7 o'clock. അത്താഴം 7 മണിക്കാണെന്ന് അവൾ തീരുമാനിച്ചു. പറയുന്ന പോലെ പറയുകയാണ്. ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി എപ്പിസോഡ് കാണുക, അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങളെ ഫ്ലുവൻസി ഡെവലപ്പാകും. അപ്പോൾ ഓക്കെ, ബൈ.